നമസ്കാരം. ബാങ്ക് ലോൺ എടുത്തിട്ട് തിരിച്ചടക്കാൻ കഴിയാതെ വിഷമിക്കുന്നവരാണോ നിങ്ങൾ? സാമ്പത്തിക പ്രതിസന്ധി കാരണം ഇഎംഐ മുടങ്ങിയിട്ടുണ്ടോ? ബാങ്ക് നോട്ടീസ് അയച്ചിട്ടുണ്ടോ? റിക്കവറി ഏജന്റുമാർ വിളിക്കുകയോ ബന്ധപ്പെടുകയോ ചെയ്യുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ അവസാനം വരെ കാണുക. കാരണം വായ്പ തിരിച്ചടക്കേണ്ട ബാധ്യത നിങ്ങൾക്കുണ്ടെങ്കിലും നിയമം നിങ്ങൾക്ക് നൽകുന്ന ചില പ്രധാന അവകാശങ്ങളും സംരക്ഷണങ്ങളും അറിയേണ്ടതാണ്. ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണം. ബാങ്ക് വായ്പ ഒരു നിയമപരമായ കരാറാണ്. അതിനാൽ തിരിച്ചടവ് നടത്തേണ്ട ഉത്തരവാദിത്വം വായ്പയെടുത്ത വ്യക്തിക്കാണ്. എന്നാൽ ജോലി നഷ്ടപ്പെടുക, ബിസിനസ് നഷ്ടം, ഗുരുതര രോഗം, അപകടം, കുടുംബ പ്രശ്നങ്ങൾ തുടങ്ങിയ കാരണങ്ങളാൽ പലർക്കും തിരിച്ചടവ് മുടങ്ങാറുണ്ട്. അത്തരമൊരു സാഹചര്യം വന്നാൽ ഒളിച്ചിരിക്കുകയോ ഫോൺ എടുക്കാതിരിക്കുകയോ ചെയ്യുന്നത് ശരിയായ മാർഗമല്ല. ഇഎംഐ അടയ്ക്കാൻ കഴിയില്ലെന്ന് തോന്നുന്ന നിമിഷം തന്നെ ബാങ്കുമായി നേരിട്ട് ബന്ധപ്പെടണം. നിങ്ങളുടെ സാമ്പത്തിക സാഹചര്യം തുറന്നു പറയുക. പല ബാങ്കുകളും തിരിച്ചടവ് പുനഃക്രമീകരിക്കൽ, കാലാവധി നീട്ടൽ, പുതിയ ഇഎംഐ ക്രമീകരിക്കൽ തുടങ്ങിയ മാർഗങ്ങൾ പരിഗണിക്കാറുണ്ട്. അതിനാൽ ആദ്യം ബാങ്കുമായി സംസാരിക്കുകയാണ് ഏറ്റവും നല്ല വഴി. പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ബാങ്ക് ജീവനക്കാർക്കോ റിക്കവറി ഏജന്റുമാർക്കോ വീട്ടിലെത്തി ഭീഷണിപ്പെടുത്താൻ അവകാശമുണ്ടോ? ഉത്തരമില്ല. നിയമവിരുദ്ധമായ ഭീഷണി, അസഭ്യം പറയൽ, അപമാനിക്കൽ, ശാരീരികമായി ഉപദ്രവിക്കൽ എന്നിവ അനുവദനീയമല്ല. തിരിച്ചടവ് ആവശ്യപ്പെടാം, എന്നാൽ അത് നിയമപരവും മാന്യവുമായ രീതിയിലായിരിക്കണം. ബാങ്കിൽ നിന്ന് നോട്ടീസ് ലഭിച്ചാൽ അത് അവഗണിക്കരുത്. നോട്ടീസ് ശ്രദ്ധിച്ചു വായിക്കുക. ആവശ്യമായാൽ ബാങ്കുമായി സംസാരിക്കുക. നിയമസഹായം തേടുക. പലരും നോട്ടീസ് വാങ്ങാതെ മാറി നിൽക്കുന്നത് പിന്നീട് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. നിങ്ങൾ പണയം വെച്ച് വായ്പ എടുത്തിട്ടുണ്ടെങ്കിൽ ബാങ്കിന് നിയമപ്രകാരം ചില നടപടികൾ സ്വീകരിക്കാൻ കഴിയും. എന്നാൽ അതിനും നിശ്ചിത നടപടിക്രമങ്ങളുണ്ട്. നോട്ടീസ് നൽകൽ, നിയമപരമായ സമയം അനുവദിക്കൽ തുടങ്ങിയ നടപടികൾ പാലിക്കേണ്ടതാണ്. അതിനാൽ ഓരോ ഘട്ടവും ശ്രദ്ധിക്കണം. ചില സാഹചര്യങ്ങളിൽ ബാങ്കുകൾ ഒറ്റത്തവണ തീർപ്പാക്കൽ അഥവാ ഒഇടിഎസ് പദ്ധതി അനുവദിക്കാറുണ്ട്. വർഷങ്ങളായി കുടിശ്ശികയായ വായ്പകൾക്ക് ഇതൊരു അവസരമാകാം. എന്നാൽ എല്ലാ വായ്പകൾക്കും എല്ലാ സമയത്തും ഒഇടിഎസ് ലഭിക്കണമെന്നില്ല. ബാങ്കിന്റെ നയവും ഓരോ കേസിന്റെയും സാഹചര്യവും അനുസരിച്ചായിരിക്കും തീരുമാനം. വായ്പ തിരിച്ചടവിൽ ബുദ്ധിമുട്ട് നേരിടുമ്പോൾ സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് ഉയർന്ന പലിശയ്ക്ക് വീണ്ടും വായ്പ എടുക്കുന്നത് പലപ്പോഴും കൂടുതൽ പ്രതിസന്ധിയിലേക്ക് നയിക്കും. അതിനാൽ ആലോചിച്ച് മാത്രം തീരുമാനമെടുക്കുക. ആരെങ്കിലും ബാങ്കിന്റെ പേരിൽ വിളിച്ച് പണം വ്യക്തിഗത അക്കൗണ്ടിലേക്ക് അയക്കാൻ ആവശ്യപ്പെട്ടാൽ വിശ്വസിക്കരുത്. എല്ലാ പണമിടപാടുകളും ബാങ്കിന്റെ ഔദ്യോഗിക സംവിധാനങ്ങളിലൂടെ മാത്രം നടത്തുക. രസീത് നിർബന്ധമായും വാങ്ങുക. നിങ്ങളുടെ വായ്പ അക്കൗണ്ടിന്റെ സ്റ്റേറ്റ്മെന്റ്, അടച്ച തുകയുടെ രസീതുകൾ, ബാങ്കുമായി നടത്തിയ കത്തിടപാടുകൾ എന്നിവ സൂക്ഷിച്ചു വെക്കണം. ഭാവിയിൽ എന്തെങ്കിലും തർക്കമുണ്ടായാൽ ഇവ വളരെ പ്രധാനപ്പെട്ട രേഖകളായിരിക്കും. ഒരു കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കട്ടെ. വായ്പ തിരിച്ചടക്കേണ്ട ബാധ്യത നിയമപരമായി നിലനിൽക്കുന്നു. എന്നാൽ ബാങ്കും നിയമം പാലിച്ചായിരിക്കണം നടപടികൾ സ്വീകരിക്കേണ്ടത്. അതുകൊണ്ട് ഭയപ്പെടാതെ ബാങ്കുമായി സംസാരിക്കുക. ആവശ്യമായാൽ നിയമോപദേശം തേടുക. ലഭ്യമായ പരിഹാര മാർഗങ്ങൾ ഉപയോഗപ്പെടുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ. ബാങ്കിംഗ്, സർക്കാർ പദ്ധതികൾ, സാമ്പത്തിക അവകാശങ്ങൾ, നിയമപരമായ പ്രധാന വിവരങ്ങൾ എന്നിവ അറിയാൻ കരുണ്യ ഫിനാൻസ് മീഡിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി.